സീരീസുകളിൽ ഉണ്ടായ റിസൾട്ടും എത്ര ബഡാണെന്നറിയാമോ? ഇതിൽ തന്നെ ഉണ്ട് 3 ബഡ്. അത് സന്തോഷമാണെന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിലൊക്കെ ഇത്രയും സ്പൈക്കായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ഇത് വിരിയുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗി. ഇപ്പം ഇന്ന് നമ്മുടെ ഓർക്കിഡ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇത്രയും എപ്പിസോഡ് ചെയ്തപ്പോൾ അതിലെല്ലാം നമുക്ക് ഉണ്ടായ റിസൾട്ടുകൾ നമുക്കിപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ലീഫുകളിലും പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഇപ്പം പൂക്കളുടെ കാര്യമാണ് കൂടുതൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞത്. ഈ ഇല നന്നായിട്ട് മഞ്ഞിച്ച് പോകുന്നതായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ഇത്രയും സീരീസുകളിൽ ഉണ്ടായ റിസൾട്ടും അതുപോലെ ഇലകളിൽ യെല്ലോയിഷായിട്ട് കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന റിസൾട്ടുകളും നിങ്ങൾക്കുള്ള പുതിയ അറിവുകളും നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലീഫുകളിലുണ്ടാവുന്ന യെല്ലോയിഷായിട്ട് ചില കറുത്ത പാടുകളോടുകൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് സാധാരണയായിട്ട് ഒരു തരത്തിലുള്ള മൈറ്റ്സ് അറ്റാക്കാണ്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ച ഓർഗാനിക്കായിട്ടും കെമിക്കലായിട്ടും യൂസ് ചെയ്ത് മിഡ്ജസിനും അതുപോലെ ത്രിപ്സിനും ഒക്കെ ഉള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്തപ്പോൾ ഉണ്ടായ റിസൾട്ടും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ മൈറ്റ്സ് അറ്റാക്കിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ കാണാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറേ മദർ പ്ലാന്റ്സ് ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടേണ്ട സ്ഥലമാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവിടെ പൂക്കൾ ഉണ്ടാവാറേ ഇല്ലായിരുന്നു. കാരണം ഈ മിഡ്ജസിൻ്റെയും ത്രിപ്സിൻ്റെയും മൈറ്റ്സിൻ്റെയൊക്കെ അറ്റാക്ക് കാരണം ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. കാരണം ഒരു 7-8 മാസമായിട്ട് ഞാൻ ഒരു കീടനാശിനികളും അടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളെ സീരീസിൽ ഞാൻ ചെയ്തപ്പോൾ ആ കൂട്ടത്തിലാണ് നമ്മൾ ഇതിനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓർഗാനിക്കും അതുപോലെ കെമിക്കലായിട്ടുള്ള ഇൻസെക്ടിസൈഡുകൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബഡ് വന്നിട്ടുള്ളത്. പ്ലാന്റ്സിലെല്ലാത്തിലും ബഡായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി അളവ് വേണമെങ്കിൽ ഒരു ഫ്രീക്വൻസി ഇപ്പോൾ ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നതിന് ആഴ്ചയിട്ട് മാറ്റാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ രക്ഷിക്കണം. ഇപ്പോൾ ഞാൻ കുറേട്ടൊന്ന് ഡിലേ ചെയ്ത് നോക്കി, അപ്പോഴത്തേക്കും ചില ബഡുകളിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴും ഇവിടെയൊക്കെ മിഡ്ജസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇവരൊക്കെ മുട്ടിൽ നമ്മൾ മൈറ്റ്സിന് ഒരു ഇൻസെക്ടിസൈഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ കണ്ടോ കുഞ്ഞിച്ച് പോയിട്ടുണ്ട്. ഈ പൂ കണ്ടോ നല്ല വെറൈറ്റിയാണ്. ഇത് തവണയെന്ന് പറഞ്ഞാൽ ഈ സ്പൈക്കിൽ ഒരൊറ്റ പൂ മാത്രമേ ബാക്കിയെല്ലാം മിഡ്ജസ് വന്ന അറ്റാക്കം കേടായി പോവുക ചെയ്തത്. അപ്പോൾ ഇലകളിങ്ങനെ പൊഴിയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഇല പൊഴിയും. അതുപോലെ തന്നെ മൈറ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ലീഫുകൾ കൊഴിഞ്ഞു പോകും, യെല്ലോയിഷായിട്ട് കൊഴിഞ്ഞു പൊക്കോണ്ടേ. അപ്പോൾ ഈ മൈറ്റ്സിനെ നിയന്ത്രിച്ചിട്ട് നമുക്ക് ഇൻസെക്ടിസൈഡ് ആയിട്ടുണ്ട്, പെസ്റ്റിസൈഡ് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ് ഏതാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ റിസൾട്ട് അപ്പോഴാണല്ലോ നമുക്ക് നമുക്ക് വീണ്ടും ഇത് ചെയ്യുമ്പോൾ ഗുണങ്ങൾ അറിയണ്ടേ. അപ്പോൾ ഈ എല്ലാം ഇനി വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ സ്പൈക്ക് കണ്ടോ എൻഡിൽ വന്നപ്പോൾ ഒരു ബഡ് പ്രോബ്ലം ഉണ്ട്. കാരണം ഞാനൊന്ന് കണ്ണടച്ചത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ സാധാരണ നമ്മൾ ആ 4 ദിവസത്തെ ഇടവിട്ടുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് സ്പൈക്ക് വന്ന് ഞാൻ ആഴ്ചയിൽ ഒന്നാക്കിയിട്ടൊന്നിച്ച് മാറ്റിയപ്പോൾ തന്നെ അതാണ് കണ്ടോ മിഡ്ജസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ആക്കി നോക്കി കാണാം, മിഡ്ജസൊക്കെ ഇരിക്കുന്ന കാണാം. എന്തായാലും കേടായി പോയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കളയുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല സേഫായിട്ട് വിരിഞ്ഞ് കിട്ടും നമുക്ക്. ഇങ്ങനെ ചുരുണ്ട് ഒക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ ചെയ്ത് മാറ്റണം. ഈ ഒരു പ്ലാന്റ് ഇത് മദർ പ്ലാന്റ് ആണ്, കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പൂ ഉണ്ടാവാതിരിക്കുകയായിരുന്നു. അപ്പം ഇതിനകത്ത് ഏതാണ്ട് ഇപ്പോൾ ഒരു 12ഓളം സ്പൈക്ക് തന്നെ ഉണ്ട്. ഒരു സ്പൈക്കിൽ തന്നെ ഈ ഒരു സ്പൈക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10ഓളം പൂക്കൾ അതിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡിൻ്റെ യൂസ് നമ്മളുടെ നേരത്തെയുള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസും കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികം സ്പൈക്കുകളും ഫ്ലവേഴ്സും വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഇത് സോണിയ വൈറ്റ് ആണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ബഡ് നിൽക്കുന്നത്. അപ്പം ഈ സോണിയ വെറൈറ്റികളിലാണ് അറ്റ് എ ടൈം ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത്, ഒരുപാട് സ്പൈക്ക് ഉണ്ടാവുന്നത്. അപ്പം സോണിയയുടെ എല്ലാ വെറൈറ്റികൾക്കും ഇതുപോലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കറക്റ്റ് കെയറിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും.
ഇത് കണ്ടോ, ഈ ഒരു മദർ പ്ലാന്റിൽ കൊണ്ടോ ഇഷ്ടംപോലെ സ്പൈക്ക് 2 3 4 5 സ്പൈക്ക് ഇപ്പം തന്നെ ഈ പ്ലാന്റിൽ വന്നു. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. ഇതിൽ മൈറ്റ്സിൻ്റെയൊക്കെ അത്രയും ലീഫ് കൊഴിഞ്ഞു പോയത്. നമുക്ക് മറ്റേതൊക്കെ കൊടുത്തുകൊണ്ട് ബഡ് കയറി വന്നിട്ടുണ്ട്. ഇനി ഈ മക്കിനോടുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് പുതിയ ലീഫുകൾ നമുക്ക് കിട്ടും. എത്ര ബഡാണെന്നറിയാമോ? ഇതിൽ തന്നെ ഉണ്ട് 3 ബഡ്. അത് സന്തോഷമാണെന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിലൊക്കെ ഇത്രയും സ്പൈക്കായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി ഇത് വിരിയുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗി. മഞ്ഞിച്ച് കിടക്കുന്ന ലീഫുകളിൽ ചില ലീഫിൻ്റെ അടിവശത്ത് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് വെള്ള തുണി തുടയ്ക്കുമ്പോൾ റെഡ് കളറിൽ പറ്റുവാണെങ്കിൽ അത് മൈറ്റ്സ് അറ്റാക്കാന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇതിപ്പം കേട്ടോ ഒരുപാട് പാടുകളുണ്ട് ഈ ലീഫിൽ. അപ്പോൾ മൈറ്റ്സൊക്കെ വന്നിട്ട് അതിൻ്റെ നീരൊക്കെ കുടിച്ചിട്ടാണ് ഇതുപോലെ പാടുകൾ വരുന്നത്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ചെറിയ സ്പോട്ട് പോലെ കിടക്കുന്നുണ്ടോ. ഈ ലീഫിലധികം പാടില്ല, ചിലപ്പോൾ നമുക്കത് ചൂട് കൂടുതൽ കൊണ്ടും വരാം. പക്ഷേ ഇതിൻ്റെ ബാക്ക് വശം കണ്ടോ നിറച്ച് സ്പോട്ടുകളാണ്. ഈ മൈറ്റ്സ് ബാക്കിൽ വന്നിരുന്നിട്ട് നീര് കുടിച്ചത് സ്ക്രാച്ചുകളാണ് ഈ ഉണങ്ങിയിട്ട് ഇങ്ങനെ വരുന്നത്, ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് കണ്ടോ. ബ്ലാക്ക് സ്പോട്ടുകളെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാം. ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, നമ്മൾക്ക് അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു ഇൻസെക്റ്റിസ് കൊടുക്കണം മൈറ്റ്സിനുള്ള. മൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ യെല്ലോയിഷ് ആയിട്ട് ലീഫുകൾ വരും, അതിൽ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാവും. ഇനി നമ്മൾ ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ട് ഇത് തുടച്ച് കഴിഞ്ഞാൽ റെഡിഷ് ആയിട്ട് ആ പഞ്ഞിയിലോ വെള്ള തുണിയിലോ ഉപയോഗിച്ച് തുടച്ചാൽ കണ്ടു കഴിഞ്ഞാലും ഈ മൈറ്റ്സ് അറ്റാക്കിൻ്റെ ഒരു സിംറ്റമാണ് അതും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ ഇൻസെക്ടിസൈഡ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അധികം ഇവിടെ പ്രോബ്ലം ഇല്ല. പക്ഷേ ചില ലീഫുകളിൽ ഇങ്ങനെ ഒരു വെള്ളായിച്ചിരിക്കുന്ന പോലെ ഇരിക്കും, ചെറിയ ഒരു വെള്ളി കളറിൽ ഇങ്ങനെ ലീഫ് ഒരു വല്ലാണ്ടിരിക്കും, ഇങ്ങനെ ഗ്രിപ്പായിട്ട്. ആ ഗ്രിപ്പുകളൊക്കെ ഈ മൈറ്റ്സിൻ്റെ സൂചി പോലെയുള്ള ഭാഗങ്ങൾ വെച്ചിട്ട് സ്രവം ഉപയോഗിച്ചിട്ട് ആ ക്ലോറോഫില്ല് നീക്കം ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ ലീഫുകൾക്ക് ആഹാരം പാകം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ ലീഫുകൾ മഞ്ഞയായിട്ട് കൊഴിഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ലീഫുകൾ ഒന്നിച്ച് തന്നെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അധികം അറ്റാക്ക് ഉണ്ടെങ്കിൽ കെമിക്കൽ ഇൻസെക്ടിസൈഡ് തന്നെ യൂസ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇന്ന് ഓർഗാനിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻസെക്ടിസൈഡ് കൊടുക്കാമെന്ന് നോക്കാം. കാരണം ഇപ്പോൾ ചൂട് കാലമാണ്, എല്ലാവർക്കും ഓർഗാനിക് ഇൻസെക്ടിസൈഡിനോടാണ് താല്പര്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓർഗാനിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻസെക്ടിസൈഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പം അതിന് പ്രധാനമായിട്ട് വേണ്ടത് വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു എമൽഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വെർട്ടിസീലിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം, ഈ ഒരു വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. അതിനായിട്ട് നമുക്കൊരു 5 ml വേപ്പെണ്ണയുടെ ലിക്വിഡ് എടുക്കാം. എന്നിട്ട് ഇതിനോടുകൂടി ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് അതിൻ്റെ നീരെടുത്തതോ അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. അതോടൊപ്പം 5 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ ഈ എമൽഷൻ ഉണ്ടാക്കേണ്ടത്. ഇത് മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എമൽഷൻ റെഡിയാവും. അതോടൊപ്പം നമുക്കൊരു നല്ലൊരു പശയും കൂടെ കൊടുക്കാം. നമ്മൾ ഈ കൊടുക്കുന്ന കീടനാശിനി ഈ ലീഫിൽ പറ്റിയിരിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും പിന്നീട് ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഇൻസെക്ടിസൈഡിന് ഏറ്റവും നല്ലതാണ് നമ്മൾ നല്ലൊരു ഗമ്മും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ എമൽഷൻ വൈകുന്നേരങ്ങളിൽ കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ കൊടുക്കാം. അപ്പോൾ ഓർഗാനിക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കൊടുക്കാം. കാരണം വെളുത്തുള്ളി മിശ്രിതമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ഒരു 1-2% മാത്രമേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇൻസെക്ടിസൈഡ് വൈകിട്ട് കൊടുക്കുന്നതാണ് എഫക്റ്റ്. കാരണം വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻസെക്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വേപ്പെണ്ണ എമൽഷൻ മിശ്രിതം ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നില്ല. കാരണം ഞാൻ തുടർച്ചയായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്ലാന്റ്സിലൊക്കെ ഓൾറെഡി ഇൻസെക്ടിസൈഡ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഓവർഡോസ് ആയിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ കൊടുക്കുന്നു. അതിന് തൊട്ടടുത്ത ദിവസം വെർട്ടിസീലിയം എന്ന് പറയുന്ന ഫെർട്ടിലൈസറും കൂടെ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 20 ml അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
ഇത് 10 ദിവസത്തെ ഇടവേളയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫസ്റ്റ് ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കുക, പിറ്റേ ദിവസം വെർട്ടിസീലിയം കൊടുക്കുക. ആഫ്റ്റർ 10 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ടുകൾ നോക്കാം. ഇനി നമ്മൾ റിസൾട്ട് കണ്ടില്ലെങ്കിൽ കെമിക്കൽ കീടനാശിനി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇന്ന് ഞാൻ ഈ ഓർഗാനിക് ഉപയോഗിച്ച് നിങ്ങൾ നോക്കുക. അതിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ല് നിൽക്കുമ്പോൾ തന്നെ ഒരുവിധത്തിലുള്ള പ്രാണികളുടെയൊക്കെ നമ്മൾ ഗാർഡനിൽ നിന്ന് പോയിക്കോളും. ഇനി കെമിക്കൽ ഇൻസെക്ടിസൈഡിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതിനുള്ള കെയറിങ് ചെയ്യാനുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.